ഡസ്റ്റർ സാർ ഇത് മായിച്ച മായില്ല. അപ്പൊ ഞാനൊരു തുണി ഇത് മാർക്കറ്റ്. ഓ ഓക്കെ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദിലീപ്. ഞാൻ തിരൂർ സബ് കളക്ടറാണ്. അപ്പം നിങ്ങളെക്കുറിച്ചൊക്കെ ജില്ലാ കളക്ടറും രാധാകൃഷ്ണൻ സാറും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളുടെ ഇന്റേൺസ് ഒക്കെ അല്ലേ കൃത്യമായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണാറുണ്ട്. പേരെന്താ? ട്രാൻസ്ലേറ്റർ പേരെന്താ? അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ട്രാൻസ്ലേറ്റർ നല്ലതാണ്, എല്ലാം നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ 2-3 പേർക്കൊക്കെ ഓൾറെഡി നമ്മുടെ LGS ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും രാധാകൃഷ്ണൻ സാറ് പറഞ്ഞത് ഒരു 40ഓളം ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത് പോകുന്നുണ്ടെന്നാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഏതെങ്കിലും ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെ നിങ്ങളും സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുക. സാറിപ്പോൾ പറയുമായിരുന്നു നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ വളരെ ആക്റ്റീവ് ആണല്ലേ, ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടാൽ ഉടനെ തന്നെ നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ ചെയ്ത് അയക്കാറുണ്ടെന്ന് സാറ് പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് ബുക്കുകളൊക്കെ പല സ്പോൺസേഴ്സ് വഴി നമ്മൾ റെഡിയാക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും അല്ലെ കളക്ടർ സാർ തന്നെ നേരിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പൊ ഇന്ന് നമുക്ക് റീസണിങ്ങിലെ 1-2 ടോപ്പിക്കുകൾ കവർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് കലണ്ടറാണ് അല്ലെ. നിങ്ങൾ PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, കലണ്ടർ ബേസ്ഡ് കുറച്ചധികം ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം കലണ്ടറിൽ നിന്ന് പൊതുവെ വരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, ഏതെങ്കിലും ഒരു വർഷം, ഇപ്പൊ 2016 ജനുവരി 1-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ 2018 ജനുവരി 1-ാം തീയതി എന്ത് ദിവസമായിരിക്കും? അത് തന്നെ. ഈ തിയറി ഇതെടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഓക്കെ. 2016 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2018 ജനുവരി 1 ചൊവ്വയല്ല, വ്യാഴം വരും. കാരണം ഇടയ്ക്കൊരു നമുക്ക് അതിന്റെ തിയറി നോക്കാം. ലീപ് ഇയർ വരുമോ ഇല്ലയോ എന്ന് നോക്കണം. ബുധൻ വരും. 2016 അതിവർഷമാണ്. അതെ. അപ്പം വ്യാഴം വരും. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമുക്ക് 2 ടൈപ്പ് വർഷങ്ങളുണ്ടല്ലേ. നമുക്ക് സാധാരണ വർഷങ്ങളുണ്ട്, ഓർഡിനറി ഇയേഴ്സ് എന്ന് പറയുന്ന സാധാരണ വർഷങ്ങളുണ്ട്. ഇപ്പൊ 2000 അല്ലേ. പിന്നെ അതുകൂടാതെ അതിവർഷം എന്ന് പറയും, ലീപ് ഇയേഴ്സ് എന്ന് പറയും. അങ്ങനെ 2 തരം വർഷങ്ങളാണ് നമുക്കുള്ളത്. സാധാരണ വർഷങ്ങളിൽ 365 ദിവസം ഉള്ളത് അല്ലേ. ഒരു സാധാരണ വർഷത്തിൽ 365 ദിവസമാണുള്ളത്. പക്ഷെ അതിവർഷം വരുമ്പോൾ, ഈ അതിവർഷങ്ങൾ വരുന്നത് 4 വർഷം കൂടുമ്പോഴാണ്. 4 വർഷം കൂടുമ്പോൾ വരുന്ന അതിവർഷങ്ങളിൽ 366 ദിവസങ്ങൾ. ഫെബ്രുവരിയിൽ ഒരു ദിവസം കൂടുതൽ വരും. ഫെബ്രുവരി 29 ഉണ്ടാകും അല്ലെ. അപ്പൊ ഫെബ്രുവരി 29 ജനിച്ചവർക്ക് 4 വർഷം കൂടുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? ബർത്ത്ഡേ ഉണ്ടാവുള്ളൂ. അതിന്റെ അപ്പൊ നമ്മൾ ഈ ഒരു വർഷം അതിവർഷമാണോ എന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അല്ലെ. നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? നമുക്ക് ചോദ്യത്തിലുള്ള വർഷം അതിവർഷമാണോ സാധാരണ വർഷമാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പൊ അതിന്റെ നിയമം, റൂൾ എന്താന്ന് വെച്ചാൽ, അതിവർഷങ്ങൾ എന്തായിരിക്കും? 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഒരു വർഷത്തെ 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ അത് അതിവർഷമായിരിക്കും. അതാണ് അതിന്റെ അടിസ്ഥാന റൂള്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ 2024 അല്ലെ. 2024 എന്നുള്ള വർഷം അതിവർഷമാണ്. എന്തുകൊണ്ടാണ്? 2024 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് എങ്ങനെയാ നോക്കുക? അവസാനത്തെ 2 ഡിജിറ്റ് എടുക്കണം അല്ലെ. അവസാനത്തെ 2 ഡിജിറ്റ് എടുത്തിട്ട് അതിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. ഇപ്പൊ 24 4 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലെ. 4 6 24. അപ്പൊ 24 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ 2024 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് 2024 അതിവർഷമാണ്. പിന്നെ ഒരു റൂൾ കൂടെ ഉണ്ട്. ഈ നൂറ്റാണ്ടുകളാകുമ്പോൾ അല്ലെ. ഇപ്പം 1900 നമുക്ക് കാണുമ്പോൾ എന്ത് തോന്നും? അതിവർഷമാണെന്ന് തോന്നും
അല്ലെ? ഇതിന് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറാണ് 1900 അല്ലെ? അവസാനത്തെ രണ്ട് നമ്പർ 0 പൂജ്യത്തെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. പക്ഷെ 1900 അതിവർഷം അല്ല. എന്തുകൊണ്ടാണ്? ഈ നൂറ്റാണ്ടുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നല്ല നോക്കേണ്ടത്, 400 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. നൂറ്റാണ്ടുകൾ വരുമ്പോൾ മാത്രം. വർഷത്തിന്റെ അവസാനത്തെ 2 ഡിജിറ്റ് 0 ആണെങ്കിൽ അതിനെ 400 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. 400 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണമെങ്കിൽ എന്താ? അവസാനത്തെ 2 0 കളഞ്ഞിട്ട് ബാക്കി സംഖ്യേനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. അപ്പൊ 1900 വരുമ്പോൾ 19നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് 1900 അതിവർഷമല്ല, സാധാരണ വർഷമാണ്. സംശയമുണ്ടോ? അതെ, ഒരു അതിവർഷം കുറയ്ക്കും. അങ്ങനെയാണ് അല്ലേ? നമ്മൾ ഈ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്ന വെച്ചാണല്ലോ വർഷം കണക്ക് കൂട്ടുന്നത്. അപ്പൊ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് 365 ദിവസവും പിന്നെ ഒരു 1/4 ദിവസവും കൊണ്ടാണ്. 365 1/4 ദിവസം കൊണ്ടാണ് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത്. അതുകൊണ്ടാണ് 4 വർഷം കൂടുമ്പം ഈ 1/4 കൂടി 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 ഒരു അധിക ദിവസമാകും. പക്ഷെ കൃത്യം 1/4 അല്ല, 1/4 കുറച്ച് കുറവാണ്. 2, 4, 9 അങ്ങനെ എന്തോ ആണ്. അതുകൊണ്ടാണ് 100 വർഷം കൂടുമ്പോൾ നമ്മളൊരു ലീപ്പ് ഇയർ കുറയ്ക്കുന്നത്. അങ്ങനെയാണ്. സാധാരണ 4 വർഷം കൂടുമ്പോൾ ലീപ്പ് ഇയർ ഉണ്ടെങ്കിലും 100 വർഷം കൂടുമ്പോൾ 25ാമത്തെ ലീപ്പ് ഇയർ സാധാരണ വർഷമായിരിക്കും, 25ാമത്തെ അതിവർഷം സാധാരണ വർഷമായിരിക്കും. അപ്പം നമ്മൾ അതൊന്നും അധികം പഠിക്കേണ്ട. നമ്മൾ ആകെ നോക്കാനുള്ള അവസാനത്തെ 2 സംഖ്യ നോക്കുക. അതിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ അതിവർഷമാണ്. അവസാനത്തെ 2 സംഖ്യ 0 ആണെങ്കിൽ എന്ത് ചെയ്യുക? ആ 2 0 വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള സംഖ്യേനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. പറ്റുമെങ്കിൽ അത് അതിവർഷമാണ്. അത്രയേ ഉള്ളൂ നമ്മുടെ അതിവർഷത്തിന്റെ നിയമം. പിന്നെ നിങ്ങൾക്ക് ഈ ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കേണ്ട ബാക്കി നിയമങ്ങളും അറിയില്ലേ? 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എങ്ങനെ നോക്കുക? ഇരട്ട സംഖ്യയാണോ നോക്കുക, അത്രേ ഉള്ളൂ. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എങ്ങനെ നോക്കുക? 2 എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇരട്ട സംഖ്യ ആണെങ്കിൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എങ്ങനെ നോക്കുക? ഡിജിറ്റുകൾ കൂട്ടണം അല്ലേ? ഇപ്പൊ 271 അതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? 7 ഉം 2 9, 9 1 10. 10നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് 271നെയും പറ്റില്ല. 270 ആണെങ്കിൽ പറ്റും. കാരണം 2ഉം 7ഉം 0 കൂടെ കൂട്ടിയാൽ 9 ആണ്. 9നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് 270നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. എന്തോ? ഒന്ന് ഇവിടെ കൂടുതലായതുകൊണ്ട് 271നെ പറ്റില്ല. ഇനി 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവസാനത്തെ 2 സംഖ്യ എടുക്കുക, അതിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്താ ചെയ്യേണ്ടത്? എളുപ്പമല്ലേ? അവസാനത്തെ സംഖ്യ 0 ഓ 5 ഓ ആണെങ്കിൽ 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എങ്ങനെ നോക്കുക? ഒരു സംഖ്യനെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലോ എന്നെങ്ങനെ നോക്കുക? 6 എന്ന് പറയുന്നത് 2 × 3 ആണ്. അപ്പൊ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അവസാനത്തെ സംഖ്യ ഇരട്ട സംഖ്യ ആണോ നോക്കുക. സ്ലോയില് പറയാം. പോയിട്ട് വരും. പറയാം. അപ്പൊ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 6 എന്ന് പറയുന്നത് 2 × 3 ആണെന്ന് ഓർത്താൽ മതി. 6 എന്ന് പറയുന്നത് 2 × 3 ആണല്ലോ. അപ്പൊ ഒരു സംഖ്യനെ ഇപ്പൊ 284 ഇതിനെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കണമെങ്കിൽ ആദ്യം 2 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ? അവസാനത്തെ സംഖ്യ ഇരട്ട സംഖ്യയാണ്. അതുകൂടാതെ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. 284നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? നമ്മൾ കൂട്ടി നോക്കുക. 2 8 10, 10 4 14. 14നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് 284നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് പറ്റി? ഇതിനെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. മനസ്സിലായില്ല എല്ലാവർക്കും? പറഞ്ഞു കൊടുക്കും. 2 കൊണ്ടും 3 കൊണ്ടും പറ്റില്ലെങ്കിൽ 6 കൊണ്ട് പറ്റില്ല. 2ഉം പറ്റുമെങ്കിലേ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ. ഏഴ് പറയാം ഞാന്. 7 കുറച്ച് ട്രിക്കിയാണ്. എന്നാൽ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കണമെങ്കിൽ 2ഉം 3ഉം നോക്കിയാൽ മതി. 2ഉം 3ഉം പറ്റുമെങ്കിൽ 6 കൊണ്ട് പറ്റും. 2ഓ 3ഓ ഏതെങ്കിലും ഒരെണ്ണം പറ്റില്ല എങ്കിൽ 6 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. 7ലേക്ക് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സംഖ്യയുടെ അവസാനത്തെ ഡിജിറ്റ് എടുക്കുക. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാല് എത്രയാണ്?
235. 235നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവസാനത്തെ സംഖ്യ എടുക്കണം. 235ന്റെ അവസാനത്തെ സംഖ്യ 5. അല്ലല്ല, ഞാൻ പറയാം. അല്ലല്ല, 235ന്റെ അവസാനത്തെ സംഖ്യ 5. ഈ അവസാനത്തെ സംഖ്യനെ എടുത്തിട്ട് നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. 5 × 2 എത്രയാ? 10. എന്നിട്ട് ബാക്കി വരുന്ന സംഖ്യയിൽ നിന്ന് അത് കുറയ്ക്കണം. ഈ 23ൽ നിന്ന് 10 കുറച്ചാൽ എത്രയാണ്? 13. 13നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 235നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഇപ്പൊ പറ്റുന്ന ഒരു ഉദാഹരണം പറഞ്ഞാല് 147. 147 നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ? അവസാനത്തെ സംഖ്യ എടുക്കുക, അതിനെ 2 കൊണ്ട് ഗുണിക്കുക, 14. ബാക്കി വരുന്ന സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക. 14ൽ നിന്ന് 14 കുറച്ചാൽ 0. അപ്പം 0 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് 147നെയും 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇതാണ് റൂള്. ഇപ്പം ഏത് എക്സാമ്പിൾ എടുത്താലും ഇപ്പം 735 എന്താ ചെയ്യേണ്ടത്? നമ്മള് അവസാനത്തെ സംഖ്യ 5, 5ന്റെ ഇരട്ടി 10. 73ൽ നിന്ന് 10 കുറച്ചാൽ 63. 63നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. 9 7 63. അപ്പം 735നെയും 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതെ. അതാണ് 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നുള്ളതിന്റെ റൂള്. അത് ഒന്നുമില്ല, അവസാനത്തെ സംഖ്യ എടുക്കുക, ഇരട്ടിക്കുക, ബാക്കി സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക. 735 നമ്മൾ 5 എടുത്തു, ഇരട്ടിച്ച് 10 ആക്കി. 73 ബാക്കി 73ൽ നിന്ന് കുറച്ചു. ആ സംഖ്യനെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അത് വലിയ സംഖ്യ ആണെങ്കിൽ അല്ല, അങ്ങനെ എപ്പോഴും ശരിയാവില്ല. കാരണം ഇപ്പം 742 അല്ല, 700 ആയതുകൊണ്ടാണ് ശരിയായത്. പക്ഷെ ഇങ്ങനെ നോക്കുക, 637 നോക്കുക. 637 7 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. പക്ഷെ 637 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. കാരണം നമ്മൾ 7 എടുക്കുക, 7ന്റെ ഇരട്ടി എത്രയാണ്? 14. 63ൽ നിന്ന് 14 കുറച്ചാൽ എത്രയാണ്? 49. 49നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ 637നെയും 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. കുറച്ച് മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. 548. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറ. 548നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. എന്താ ചെയ്യേണ്ടത്? അതെ, 8 എടുക്കുക. 8 എടുത്തിട്ട് 2 കൊണ്ട് ഗുണിക്കുക, 16. എന്നിട്ട് 54ൽ നിന്ന് 16 കുറയ്ക്കുക. എത്ര വരും? 44 38 അല്ലേ? 38നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അല്ലേ? 38നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 548നെയും 7 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതാണ് റൂള്. പിന്നെ 7 കഴിഞ്ഞാൽ എത്ര? 8. 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് എങ്ങനെ നോക്കുക? രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് എങ്ങനെ നോക്കുക? അവസാനത്തെ സംഖ്യ എടുക്കുക, നോക്കുക. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എങ്ങനെ നോക്കുക? അവസാനത്തെ 2 സംഖ്യ എടുക്കുക, നോക്കുക. അതേപോലെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അവസാനത്തെ 3 സംഖ്യ എടുക്കുക, ഹരിച്ചു നോക്കുക. അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊരു മെത്തേഡ് ഇല്ല അതിന്. ഇപ്പം അല്ലേ, ഇപ്പൊ 3 ഡിജിറ്റ് ആണെങ്കിൽ 3 സംഖ്യ ആണെങ്കിൽ ഹരിച്ചു നോക്കാന്നേ ഉള്ളൂ. ഇപ്പൊ 4 സംഖ്യയൊക്കെ ആണെങ്കിൽ 1348 ആണെങ്കിൽ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാൻ അവസാനത്തെ 3 സംഖ്യ എടുക്കുക, അതിനെ ഹരിച്ചു നോക്കുക. അതിനെ ഹരിച്ചു തന്നെ നോക്കേണ്ടി വരും. വേറെ എളുപ്പവഴി ഒന്നുമില്ല. 348നെ 8 കൊണ്ട് ഹരിച്ചു തന്നെ നോക്കേണ്ടി വരും. എത്ര വരും? 4 32 28 8 16 24 3 ഇല്ല, ശിഷ്ടം വരും അല്ലേ? 4 ശിഷ്ടം വരും. അപ്പം 1348നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അവസാനത്തെ 3 സംഖ്യ നോക്കുക. അതാണ് 8 കൊണ്ട് ഹരിക്കാനുള്ള. 2 4 8 അങ്ങനെയാണ്. 2 4 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ അങ്ങനെയാണ്. 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാൻ അവസാനത്തെ 1 സംഖ്യ നോക്കിയാൽ മതി. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാൻ അവസാനത്തെ 2 സംഖ്യകൾ നോക്കണം. 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാൻ അവസാനത്തെ 3 സംഖ്യകൾ നോക്കുക. അതാണ് 2 4 8ന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. 8 വരെ പോരെ, പിന്നെ 9 എളുപ്പമാണ്. 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് എന്തോ
ഞാനിത് നോട്ടാക്കി വല്ലതും തരാട്ടോ. പക്ഷെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് എങ്ങനെ നോക്കുക? സംഖ്യകൾ കൂട്ടുക. രണ്ടല്ല, എത്ര സംഖ്യ ഉണ്ടെങ്കിലും. ഇപ്പൊ 371 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 71. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സംഖ്യകളെ കൂട്ടുക. 3 7 10, 10 7 3 11. 11 9ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് 371 9ന്റെ ഗുണിതമല്ല. സംഖ്യകൾ കൂട്ടി നോക്കുക. സംഖ്യകൾ കൂട്ടിയിട്ട് അത് 9ന്റെ ഗുണിതമാണോ നോക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം എടുത്താൽ 459. 459ന്റെ സംഖ്യകൾ കൂട്ടുമ്പോ 4 5 9 9 9 18. 18 9ന്റെ ഗുണിതമാണ് അല്ലേ? അതുകൊണ്ട് 459 9ന്റെ ഗുണിതമാണ്. സോ സംഖ്യകൾ കൂട്ടി നോക്കുക എന്നുള്ളതാണ് 9ന്റെ റൂള്. 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാൻ അവസാനം 0 ഉണ്ടോ നോക്കുക അല്ലേ? അത്രയല്ലേ ഉള്ളൂ. 11 ആണെങ്കിലോ നമുക്ക് 11 നിർത്താം. 11 ആണെങ്കിൽ കുറച്ച് ഓക്കെ. 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എങ്ങനെയാ നോക്കുക? ഒരു സംഖ്യ വന്നിരിക്കുന്നു, അതിനെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എങ്ങനെയാ നോക്കുക? ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഇപ്പം 132 പറഞ്ഞോളൂ. അത് കുഴപ്പമില്ല, ഇത് എളുപ്പം തോന്നുന്നു. 132 ഇത് ശരിക്കും 11ന്റെ ഗുണിതമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒറ്റ സ്ഥാനങ്ങളിലുള്ള സംഖ്യകൾ എടുക്കുക, കൂട്ടുക. അല്ലല്ല, ഞാൻ പറയട്ടെ. 132 ഒറ്റ സ്ഥാനങ്ങളിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 2 1 2 1 കൂട്ടിയാൽ 3. പിന്നെ ഇരട്ട സ്ഥാനങ്ങളിലുള്ള സംഖ്യകൾ എടുക്കുക, 3. അത് തമ്മിൽ കുറയ്ക്കുക. ഒന്നുകൂടെ പറയാൻ ഞാൻ ഇപ്പം 1 3 3 1 ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഒറ്റ സ്ഥാനങ്ങളിലുള്ള സംഖ്യകൾ എടുക്കുക, അത് തമ്മിൽ കൂട്ടുക. 3 1 കൂടെ കൂട്ടിയാൽ 4 ആയി. പിന്നെ ഇരട്ട സ്ഥാനങ്ങളിലുള്ള സംഖ്യകൾ എടുക്കുക, അത് തമ്മിൽ കൂട്ടുക. 3 1 കൂടെ കൂട്ടിയാൽ 4 ആയി. അത് തമ്മിൽ കുറയ്ക്കുമ്പോൾ 0 11 11ന്റെ ഏതെങ്കിലും ഗുണിതമോ ആണെങ്കിൽ സംഖ്യ 11 കൊണ്ട് ഹരിക്കാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ പറ്റില്ല. 11ന്റെ ഗുണിതമാണ്. കാരണം 1 2 കൂട്ടിയാൽ 3, നടുക്കുള്ളതും 3. 121. അതെ, ഈ ഒറ്റ സ്ഥാനങ്ങളിലുള്ള സംഖ്യകൾ കൂട്ടിയാൽ 1 1 2, ഇരട്ട സ്ഥാനത്തുള്ളതും 2. അപ്പൊ 2 2 കുറച്ചാൽ 0 ആണല്ലോ. അല്ലെങ്കിൽ 11ന്റെ ക്യൂബ് എത്രയാണ്? അതാണ് 1331. ഇനി വെറുതെ ഒരു സംഖ്യ എടുത്ത് നോക്കിയേ, 742. ഇത് 11ന്റെ ഗുണിതമാണോ? അല്ല. കാരണം 742ലെ ഒറ്റ സ്ഥാനങ്ങളിലെ സംഖ്യകൾ ഏതൊക്കെയാ? 2 7 2 7 കൂട്ടി എത്ര കിട്ടാ? 9. എന്തോ ചെയ്തു നോക്കാമല്ലോ. എങ്ങനെയാ ചെയ്ത് നോക്കേണ്ടത്? ക്വസ്റ്റ്യൻ കൊടുത്തരാമല്ലോ. നിങ്ങള് ഈ സംഖ്യ നോക്കൂ. നിങ്ങൾ 4 3 2 3 4323 4323. ഇത് 11ന്റെ ഗുണിതമാണോ അല്ലയോ? ചെയ്തു നോക്കിയേ. 323. ഇതിനെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുക. നോക്ക, എല്ലാരും നോക്ക്. 4323. 4 3 2 3. ബോർഡ് കാണുന്നില്ല എല്ലാവർക്കും?
അപ്പൊ ഇതിനെ നമുക്ക് 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് എങ്ങനെയാ നോക്കേണ്ടത്? ആദ്യം എന്ത് ചെയ്യണം? ഒറ്റ സ്ഥാനങ്ങളിലെ സംഖ്യകൾ എടുക്കണം. 3 3 3 3 കൂട്ടി എത്രയാ? 6. പിന്നെ എന്ത് ചെയ്യണം? ഇരട്ട സ്ഥാനങ്ങളിലെ സംഖ്യകൾ എടുക്കണം. 2 4 2 4 കൂട്ടിയാലും 6. 6 4 പോയാൽ 0. അപ്പം അതിന്റെ അർത്ഥം എന്താ? ഇതിനെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഈ വ്യത്യാസം 0 11 22 അങ്ങനെ 11ന്റെ എന്തെങ്കിലും ഗുണിതമായാൽ മതി. 11ന്റെ ഏതെങ്കിലും ഗുണിതമാണെങ്കിൽ ആ സംഖ്യനെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി വേറൊരു ചോദ്യം. മുന്നൂറ്റി 357 ഇതിനെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 57നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 7ന്റെ റൂൾ എങ്ങനെയായിരുന്നു? ചെയ്തു നോക്ക്, നിങ്ങൾ ചെയ്ത് കണ്ടേ. 357 357 അതിനെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പറ്റും. ആ, അതെങ്ങനെയാ നോക്കേണ്ടത്? പറഞ്ഞു, എന്താ പ്രശ്നം? എന്താ?